വെൽക്കം ടു SM ആൻഡ് SM മെൻറ്റേഴ്സ് ചാനൽ. ഇന്ന് അവതരിപ്പിക്കുന്ന വീഡിയോ പ്രിൻസിപ്പൽമാരുടെ ട്രാൻസ്ഫറും ജോയിനുമായി ബന്ധപ്പെട്ട് സ്പാർക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, ഒരു പ്രിൻസിപ്പലിനെ റിലീവ് ചെയ്ത് ജോയിൻ ചെയ്ത് വരുമ്പോൾ രണ്ട് സ്കൂളുകളിലും വീണ്ടും ഫോം 3ഉം ഫോം 5 ഒക്കെ അയച്ച് സ്പാർക്കിൽ നിന്ന് ഓതറൈസേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു ലിമിറ്റേഷൻ ഒഴിവാക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പലിനെ റിലീവ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സ്വയം ഒരു പ്രിൻസിപ്പലിന് ഒരിക്കലും റിലീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ പ്രിൻസിപ്പലിനെ റിലീവ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾക്ക് ചാർജ് കൊടുത്ത് റിലീവ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരവസരം സ്പാർക്കിലുണ്ട്. അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാർക്ക് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാം. അതുവഴി വളരെ സ്പീഡിൽ തന്നെ നമുക്ക് നമ്മുടെ സാലറി പ്രോസസ്സിങ് പോലുള്ള കാര്യങ്ങൾ ആരംഭിക്കാം. സ്പാർക്കിൽ പാസ്വേഡും നമ്പറൊക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ആയി കഴിഞ്ഞു. സർവീസ് മാറ്റേഴ്സ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ജനറേറ്റ് ട്രാൻസ്ഫർ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം എടുക്കുക. ഇത് ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ നമ്പർ അതിൻ്റെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ശേഷം അടുത്ത ബോക്സിൽ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഡേറ്റ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇത് ശരിക്കൊരു പ്രിൻസിപ്പലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോൾ കാണിക്കുന്നത്. ഒരു സാധാരണ HSST ആണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ നമ്പർ കൊടുത്തു കഴിഞ്ഞു. ഇനി ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം താഴെ ഫ്രം ഓഫീസ് എന്നുള്ള കൊടുത്ത് നമ്മുടെ സ്കൂളിൽ തിരഞ്ഞെടുക്കുക. അവിടെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത കോളത്തിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്ന ആളുടെ ഡെസിഗ്നേഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അടുത്ത ആളുടെ പേരുകൾ അവിടെ വരും. ആ പേര് തിരഞ്ഞെടുക്കുക. ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ എടുക്കുക. പിന്നെ ടു ഓഫീസിൻ്റെ കൊടുത്ത് നമ്മുടെ പുതിയ ഓഫീസിൻ്റെ കുറച്ച് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് എളുപ്പത്തിൽ സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ഡെസിഗ്നേഷൻ, ഒരാളെ HSST പ്രിൻസിപ്പളായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ എന്നുള്ള ഡെസിഗ്നേഷൻ എടുക്കാം. പിന്നെ എന്തെങ്കിലും റിമാർക്ക് അവിടെ കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡേറ്റാണ് റിലീവ് ചെയ്യുന്നതൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ താഴത്തെ ഗവൺമെൻറ് ഓർഡേഴ്സ് റീഡ് വിത്തുന്നുണ്ട്. അവിടെ നമുക്ക് ഫുൾ ഗവൺമെൻറ് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള നമ്പർ കൊടുത്താൽ മതി. അതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഓർഡേഴ്സ് ടു ബി കൺവേർട്ട് ടു എന്നുള്ള പ്രിൻസിപ്പൽ കൊടുത്ത് ഓക്കെ കൊടുക്കുക, കൺഫേം ചെയ്യുക. ആ ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയും. ഇനി അടുത്ത സ്റ്റേജ് ട്രാൻസ്ഫർ മെനുവിൽ തന്നെ റിലീവ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കലാണ്. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ഫർ ഓർഡറിൽ നമ്മളതിൻ്റെ ട്രാൻസ്ഫർ ആയി എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി റിലീവിംഗ് ആണ്. ഓടുന്ന ആൾ തിരഞ്ഞെടുക്കുക. ട്രാൻസ്ഫർ ഓർഡറിൽ ആൾക്കാരുടെ പേര് മാത്രമേ വരുള്ളൂ. റിലീവ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഫോർനൂൺ ആഫ്റ്റർനൂൺ സെഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. റിലീവിംഗ് ഓർഡറിന് നമ്പർ സ്വന്തമായിട്ട് വേറെ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ഓർഡർ നമ്പർ തന്നെ ഉപയോഗിക്കാം. ജോയിനിങ് ടൈം മെൻഷൻ ചെയ്യുക. പിന്നെ പാർട്ട് സാലറി വേണമെങ്കിൽ yes കൊടുക്കുക, വേണ്ടെങ്കിൽ no കൊടുക്കുക. കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഓഫീസിൽ നിന്ന് ആൾ പോയി. ഇനി സ്പാർക്കിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാം. ഇനി ഈ പ്രിൻസിപ്പളായിട്ട് വന്ന ആളെ പുതിയ സ്കൂളിൽ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് നോക്കാം. പുതിയ സ്കൂളിൻ്റെ സ്പാർക്കിൽ ലോഗിൻ ചെയ്യുക. അവിടുത്തെ പെൻ നമ്പറും പാസ്വേഡും കൊടുത്ത് പുതിയ സ്കൂളിൽ അതിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫറിൽ ജോയിൻ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, എടുക്കുക. അതെടുത്തിട്ട് മുകളിൽ നിന്ന് ഓഫീസ് തിരഞ്ഞെടുത്താൽ റൈറ്റ് സൈഡിൽ ഇവിടെ ട്രാൻസ്ഫറായി വന്നിട്ട് ആളുകളുടെ പേര് വരും. അതിന് സെലക്ട് ബട്ടണിൽ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആളുടെ വന്നു. ജസ്റ്റ് ഡേറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ജോയിനിങ് ഡേറ്റ് എൻ്റർ ചെയ്യുക. എൻ്റെ സെഷൻ എൻ്റർ ചെയ്യാൻ മറക്കരുത്, ഫോർനൂൺ ആഫ്റ്റർനൂൺ എന്നുള്ളത്. പിന്നെ ന്യൂ സെഷൻ അത് വേണ്ട. പിന്നെ ബിൽ ടൈപ്പ് ഇവിടെയുള്ള ഏത് ബിൽ ടൈപ്പിൽ ഉൾക്കൊള്ളിക്കണം. നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് STO ഉണ്ടാവുമല്ലോ. എന്നിട്ട് കൺഫേം കൊടുക്കുക. അക്വിറ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി കൊടുക്കണം. ചില സമയത്ത് കൺഫേം ചെയ്താൽ ഉടനെ തന്നെ മെസ്സേജ് വരും, അത് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന്. ഇവിടെ എന്തോ ഒരു തടസ്സമുണ്ട് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും നമുക്കതിലൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ആളുടെ വന്നോ എന്നറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. അത് നമുക്ക് നോക്കാം. ഇത് കാണുന്നില്ല.
മെസ്സേജ് വരുന്നതിൽ മിക്കവാറും അത് ശരിയായിട്ടുണ്ടാവും. അതൊന്ന് ഉറപ്പിക്കാൻ നമുക്ക് പിന്നെ സാലറി മാറ്റേഴ്സ് എന്ന് പറയുന്ന മെനുവിൽ പ്രസൻറ്റ് സാലറി എടുത്തിട്ട് ആളോടുണ്ടോ എന്ന് നോക്കാം. ചേഞ്ചസ് ഇൻ ദ മന്തിൽ പ്രസൻറ്റ് സാലറി എടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് അവിടുന്ന് ഓഫീസ് തിരഞ്ഞെടുക്കുക. ഈ ലിസ്റ്റിൽ എംപ്ലോയി ലിസ്റ്റിൽ വരുന്ന എംപ്ലോയി ലിസ്റ്റിൽ ഈ പറഞ്ഞ ആളുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പളായിട്ട് പുതിയ ആളോട് ജോയിൻ ചെയ്തു. ഇനി നിലവിലുള്ള പ്രിൻസിപ്പളിനെ റിലീവ് ചെയ്യണം. ഈ പ്രിൻസിപ്പളിന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യും വേണം. അപ്പോൾ പുതിയ പ്രിൻസിപ്പളുടെ ട്രാൻസ്ഫർ ഓർഡർ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ട്രാൻസ്ഫർ ഓർഡറിൻ്റെ നമ്പർ കൊടുക്കുക. ഇതെടുത്തത് സർവീസ് മാറ്റേഴ്സിൽ, പിന്നെ ട്രാൻസ്ഫറിൽ ജനറേറ്റ് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ള ഓപ്ഷനാണ്. അവിടെ നമ്പർ കൊടുക്കുക. ട്രാൻസ്ഫർ ഓർഡർ നമ്പർ ശേഷം ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഡേറ്റ് തൊട്ട് മുമ്പുള്ളതിൽ പറഞ്ഞു തന്നെ അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുക. ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഡേറ്റ് കൊടുക്കുക. ശേഷം ഫ്രം ഓഫീസിൽ നിന്ന് നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുക്കുക, വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ ഡെസിഗ്നേഷൻ, റിലീവ് ചെയ്യുന്ന ആളുടെ ഡെസിഗ്നേഷൻ തിരഞ്ഞെടുക്കുക. ആ ഡെസിഗ്നേഷൻ തിരഞ്ഞെടുത്ത് അതിലുള്ള എല്ലാ പെൻ നമ്പറുകളും എല്ലാം അപ്പുറത്ത് കാണിക്കും. ഇവിടെ പ്രിൻസിപ്പൽ ഡെസിഗ്നേഷൻ തിരഞ്ഞെടുത്തു, റിലീവ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ഡെസിഗ്നേഷൻ തിരഞ്ഞെടുത്തു, തൊട്ടടുത്ത പെൻ നമ്പർ വന്നു, ആളുടെ പേരുണ്ട്. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ കൊടുക്കുക. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. ഇപ്പോൾ HM ആയിട്ട് പ്രൊമോഷൻ ആണെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കണം. എന്നിട്ട് അവിടെ പുതിയ സ്കൂളിൻ്റെ 2-3 അക്ഷരം കൊടുത്ത് സെർച്ച് കൊടുത്ത് എളുപ്പമുണ്ടാവും. ആ ഓഫീസ് വളരെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യുക. ഓഫീസ് നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. ശേഷം ന്യൂ ഡെസിഗ്നേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പ്രിൻസിപ്പാളുടെ ഡെസിഗ്നേഷൻ കൊടുക്കുക. പിന്നെ റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. റിമാർക്ക് നിർബന്ധമാണ്, അറ്റ്ലീസ്റ്റ് റിലീവ്ഡ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. റിമാർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഡിറ്റ് റീഡ് വിത്ത്, അവിടെ അതില്ലാതെ നമ്പർ കൊടുക്കുക. അവിടെ കോമയും കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ കൺവേ ചെയ്യേണ്ട ആൾ. ശേഷം ഇൻസേർട്ട് എന്നുള്ള മെനു കൊടുക്കുക. അപ്പോൾ അവിടെ ട്രാൻസ്ഫറിൽ ആഡ് ആവും. ഇനി മറ്റുള്ള ജനറൽ ട്രാൻസ്ഫർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അടുത്ത വരിയിൽ രണ്ടാമത്തെ ആളെ കൊടുക്കുക. അപ്പോൾ HSST ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ പോലെയല്ലോ, ചിലപ്പോൾ 5-10 ആൾക്കാർ ഒരൊറ്റ ഇതിൽ റിലീവ് ചെയ്യേണ്ട. അപ്പോൾ ഓരോരുത്തർക്ക് വേറെ വേറെ ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടാക്കണ്ട, ഒരൊറ്റ മെമ്മോ മതി. അതിനകത്ത് നിന്ന് എല്ലാവർക്കും കൂടി ഉള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ താഴത്ത് അടുത്ത ആളെ ഡെസിഗ്നേഷനൊക്കെ സെലക്ട് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്നിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്. സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫറിൽ റിലീവ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. റിലീവ് ഓൺ ട്രാൻസ്ഫർ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ചെയ്ത ആൾക്കാർ പേരവിടെ വരും. സെലക്ട് ചെയ്യുക. കണ്ടോ, യു കനോട്ട് റിലീവ് യുവർ സെൽഫ്. പ്ലീസ് ഹാൻഡ് ഓവർ ദ ചാർജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു ദ കൺസേൺഡ് ഓഫീസർ ആൻഡ് ഹി ഇൻ ടേൺ ക്യാൻ റിലീവ് യു. ഡു യു വോണ്ട് ടു ഹാൻഡ് ഓവർ ദ ചാർജ് ടു എനി വൺ നൗ? നമ്മൾ റിലീവ് ചെയ്യുന്നത് പ്രിൻസിപ്പളിനെയാണ്, പ്രസൻറ്റ് പ്രിൻസിപ്പളിനെ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി കാണിക്കാം. ട്രാൻസ്ഫർ, അതിനകത്ത് പിന്നെ റിലീവ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ലിസ്റ്റിൽ നമ്മുടെ ടീച്ചറിൻ്റെ പേരുണ്ടാവും. ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നു. ഉടനെ മെസ്സേജ് വരുന്നു, യു കനോട്ട് റിലീവ് യുവർ സെൽഫ്. സ്വന്തം റിലീവ് ചെയ്യാൻ കഴിയില്ല, ചാർജ് ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ കൊടുത്താൽ നമുക്ക് ചാർജ് അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയ പ്രിൻസിപ്പൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള HSST ആരാണോ ചാർജ് ഏറ്റെടുക്കുന്നത് പ്രിൻസിപ്പൾ റിലീവ് ചെയ്യുമ്പോൾ അവർ കൊടുക്കാം. ഇവിടെ ഡെസിഗ്നേഷൻ തിരഞ്ഞെടുക്കുക. ആർക്കാണോ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അവരുടെ എല്ലാ സീനിയർ ഡെസിഗ്നേഷൻസും വരും. പിന്നെ ആ എംപ്ലോയിനെ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് എന്തൊക്കെ ചാർജാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്, ഓതറൈസേഷൻ എന്തൊക്കെ വേണ്ടതെന്നുള്ളതാണ്. എല്ലാം ടിക്ക് ചെയ്യുക. DDO വേണം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേണം, DV പ്രോസസ്സിംഗ് വേണം, അതേപോലെ പിന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് നടക്കണം. അതേപോലെ അസൈൻ DDO ചാർജ് ഉണ്ടെങ്കിൽ സാലറി പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു വാർണിംഗ് തരും. ഇത് എല്ലാം ആ പ്രിവിലേജ് ഒക്കെ ഉള്ള എംപ്ലോയി ആണ്, ഷുവർ അല്ലേ ചോദിക്കും. ഓക്കെ കൊടുക്കുക. ആർ യു ഷുവർ വന്നിട്ട് കണ്ടിന്യൂ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുക്കുക. കാരണം നമ്മളിത് കൊടുക്കുന്ന വേണ്ടിയിട്ട് വേറൊരാൾക്ക് പ്രിവിലേജ് കിട്ടുകയാണ്, സ്പാർക്ക് അതോറിറ്റീസ് അറിയാതെ തന്നെ. ഓക്കെ, ചാർജ് സക്സസ്ഫുള്ളി ഹാൻഡഡ് ഓവർ. ഇനി ഇവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ചാർജ് ഹാൻഡ് ഓവർ ചെയ്ത ആൾ, അതായത് പുതിയ പ്രിൻസിപ്പൾ, നമ്മുടെ കേസിൽ പുതിയ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സീനിയർ HSST, അവരുടെ പെൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അവരുടെ പെൻ നമ്പറും പാസ്വേഡും കൊടുക്കാൻ പോവാണ്. പെൻ നമ്പർ കൊടുത്ത്
പാസ്വേഡ് കൊടുത്തു. പിന്നെ നമ്മളെ ക്യാപ്ച കോഡ് ഉണ്ടാവും, ആ ക്യാപ്ച കോഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ പുതിയ പ്രിൻസിപ്പളിൻ്റെ പേരിൽ ലോഗിൻ ചെയ്തു. ഇനി ചെയ്യേണ്ടത് സർവീസ് മാറ്റേഴ്സിൽ വരിക, റിലീവ് ഓൺ ട്രാൻസ്ഫർ എടുക്കുക. ട്രാൻസ്ഫർ ഓർഡറൊക്കെ നേരെ ജനറേറ്റ് ചെയ്തതാണ്, റിലീവിങ് നേരെ ചെയ്തതാണ്. പക്ഷേ ആ റിലീവിങ് നടന്നിട്ടില്ല, അവിടെ ചാർജ് ഹാൻഡ് ഓവറിങ് നടന്നിട്ടുള്ളൂ. ഇനി റിലീവിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫറിൽ വരിക, റിലീവ് ഓൺ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. റിലീവ് ഓൺ ട്രാൻസ്ഫർ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകളുടെ പേരുകൾ വരും. അതിന് ആളുടെ പേര് സെലക്ട് ചെയ്യുക. പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ പ്രിൻസിപ്പളിൻ്റെ റിലീവിങ് ഓർഡർ നമ്പർ കൊടുക്കുക, അതുപോലെ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ്, നമ്പർ, പിന്നെ ഓർഡർ, ഡേറ്റും ഫോർനൂണോ ആഫ്റ്റർനൂണോ കൊടുത്തിട്ട് പിന്നെ ഓർഡർ നമ്പർ. ശേഷം ജോയിനിങ് ടൈം സെയിം, നിയറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ജോയിനിങ് ടൈം ഉണ്ടാവില്ല. പിന്നെ പാർട്ട് സാലറി വേണമെങ്കിൽ എസ് കൊടുക്കുക. അപ്പോൾ അത് പോണ ഡേറ്റ് വരെയുള്ളത് ഇവിടുന്നും ബാക്കിയുള്ളത് അപ്പുറത്തുനിന്നും. ഇപ്പോൾ HR ഇതൊക്കെ വ്യത്യാസം വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ ആളെ റിലീവ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതോട് കൂടിയിട്ട് ഇവരെ ഇവിടുന്ന് റിലീവ് ആവുകയും ചെയ്തു. നമുക്ക് ഈ ലോഗിൻ പെർമിഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ വളരെ എളുപ്പമാണ് സാലറി ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ. സ്പാർക്കിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.